ഒരു പ്രശ്നം വരുമ്പോൾ നാം തളരുകയല്ല വേണ്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസം ഉണരണം. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവമക്കളുടെ മുമ്പിൽ ചെങ്കടൽ വന്നു. ഇന്നുമുണ്ട് ചെങ്കടൽ. ഒരുപക്ഷെ ചെങ്കടലിന്റെ അരികിൽ നമ്മൾ പോയിട്ടില്ല, ചെങ്കടൽ നമ്മുടെ അരികിലേക്ക് വന്നിട്ടില്ല. ചെങ്കടൽ പോലെയുള്ള പ്രതിസന്ധികൾ, യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന പോലെ നമ്മളെ മുക്കുവാൻ ചില പ്രശ്നങ്ങൾ നമ്മെ ഒന്ന് ആഞ്ഞടിക്കാം. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അയ്യോ, എനിക്ക് കടമുണ്ടല്ലോ, എനിക്ക് രോഗമുണ്ടല്ലോ, എനിക്ക് പ്രശ്നമുണ്ടല്ലോ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ, ഞാൻ എന്തിനു ജീവിക്കണം, എനിക്കൊരു കരയേറ്റമില്ലല്ലോ, ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയല്ല. എന്താ വിശ്വാസം? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ മുമ്പിൽ വരുന്ന സകല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാൻ എൻ്റെ കർത്താവിനെ സഹായിക്കുമെന്നുള്ള വിശ്വാസം. നിങ്ങളെപ്പോലെ തന്നെയോ നിങ്ങൾ കൂടുതലായോ അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഏതെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൃപയാൽ തന്നിരിക്കുന്ന ഒരു വിശ്വാസം, എൻ്റെ കർത്താവ് അറിയാതെയല്ല, യേശു അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എന്തു വന്നാലും യേശു അറിഞ്ഞിട്ടുണ്ട്, മതി. യേശു അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, യേശു അതിന് പരിഹാരം തരും.